ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്രാബിയിൽ ഒരു ഐലൻഡ് ടൂർ പോവാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. നമ്മൾ ഐലൻഡ് ടൂർ ബുക്ക് ചെയ്തത് നമസി എന്ന് പറഞ്ഞൊരു ഏജൻസിയിലാണ് കേട്ടോ. അപ്പം അവർ 8:30 അവർ പിക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പം 9 മണിയായി, അവർ ഇതുവരെ കണ്ടില്ല. 8:30 മുതൽ 9 മണിക്കകത്ത് അവർ പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ രാവിലെ ഞാനിപ്പോൾ ഒരു ഡെസേർട്ട് കൈൻഡ് ഓഫ് സംഭവം കുടിച്ചായിരുന്നു കേട്ടോ. സെറിയം ഇൻ കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട്. അത് കോക്കനട്ട് മിൽക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ നൂലില്ലേ, അതിൻ്റെ അത്ര തിക്നെസ്സേ ഉള്ളൂ. ആ ഒരു നൂഡിൽസ് കൈൻഡ് ഓഫ് തിങ്ങാം. പച്ച കളറും പിങ്ക് കളറും അതിനകത്തുള്ളത്. കുഴപ്പമില്ല, അത് ചെറിയ ഇങ്ങനെ ഒരുമാതിരി വിര കിടക്കുന്ന കണക്കായതുകൊണ്ട് ഒരു വിയേർഡായിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് നല്ലതാണ്, കുഴപ്പമില്ല. കുഞ്ഞു കുഞ്ഞു കരിക്കിൻ്റെ പീസസും ഒക്കെ ഉണ്ട്, നല്ലതായിരുന്നു കേട്ടോ. നോക്കട്ടെ അവർ നമ്മളെ പറ്റിക്കോ ഇല്ലയോ, ഇനി അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വരുമോ എന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ. നമ്മളെ ഡ്രൈവർ പിക്ക് ചെയ്യാൻ വന്നിട്ടോ. 2 വണ്ടിയിലായിട്ടാണ് വന്നത്. അപ്പം ആദ്യത്തെ ഒരു വണ്ടി ഇത് കണക്ക് ഓപ്പൺ കണക്ക് ഒരു വണ്ടിയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. നടുക്കൂടെ ഇങ്ങനെ ഒരു ബെഞ്ച് കണക്കിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായത്. അപ്പോൾ ഞാൻ അവിടെ ആയിട്ടായിരുന്നേ. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് അവർ സ്നോർക്കലിംഗ് കിറ്റും കാര്യങ്ങളും പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ആയിരിക്കും ബോട്ടിലോട്ട് കയറ്റുക. അപ്പോൾ ഓരോ ഏജൻസിക്കാരുടെയും ഡെസ്ക് അവിടെ ഉണ്ടാവും കണ്ടോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പിന്നെ അതൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ കയ്യിലിടാൻ ഒരു ബാൻഡ് തരുമെന്ന് തോന്നുന്നു കേട്ടോ, അറിയാനായിട്ട്. നോക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അവർ തന്നെ ബാൻഡ്, ബ്ലൂ കളർ. ഇവിടെ വേറെ റെഡ് കളർ ഉണ്ട്, ഓറഞ്ച് കളർ ഉണ്ട്. അതൊക്കെ വേറെ വേറെ ഐലൻഡിലോട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഫിഫി ഐലൻഡ് എടുത്തേക്കുന്നത്. സ്പീഡ് ബോട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലൂ കളർ ഇത് ഇതാക്കിയത്. നമുക്ക് ഫിഫി ഐലൻഡ് മാത്രമല്ല, വേറെയും കുറേ ഐലൻഡൊക്കെ ഉണ്ട് എന്നാണ് ഇന്നലത്തെ പാക്കേജ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവർ ഫിഫി ഐലൻഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നോക്കട്ടെ എന്താ. ഇവിടെ ഓരോ ഡെസ്ക് ഉണ്ടാവും, അവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. ബ്ലൂ ബാൻഡ് എന്തിനാണ് തന്നേക്കുന്നതെന്ന് അറിയോ? ഇവിടെ 400 ബാത്ത് നമ്മൾ ഗവൺമെൻറ് ഫീ അടയ്ക്കണം ഓരോ ഐലൻഡിലല്ല ഏതോ ഒരു ഐലൻഡിൽ. അപ്പം അത് വേണ്ട. അപ്പോൾ ഈ ബ്ലൂ ബാൻഡ് കാണുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും നമ്മളിത് ഓൾറെഡി പെയ്ഡ് ആണെന്ന്. ഇതിലേതോ ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഗൈഡിൻ്റെ പേര് ഡോങ് എന്നെന്തോ പറഞ്ഞു, അല്ലല്ല ബോങ് എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ. ഇച്ചിരി ഉള്ളു ആള്. അപ്പോൾ നോക്കട്ടെ. 7 സ്റ്റോപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് മങ്കി ഐലൻഡും എന്തൊക്കെയൊക്കെ ഐലൻഡ് അത് ഞാൻ പോകുന്ന വഴി പറഞ്ഞുതരാം. അതാണ് നമ്മുടെ ബോട്ട് കേട്ടോ. നമ്മളെ ക്യൂയിൽ ഇങ്ങനെ 1 by 1 നിന്നിട്ടാ കയറുക. നമുക്കൊരു വാട്ടറൊക്കെ തന്നു കേട്ടോ. പിന്നെ ബോട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൗണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് നല്ല വ്യൂ ഒക്കെ കാണാം. പക്ഷെ നമ്മൾ ബാക്കിൽ നിന്നല്ലേ കയറിയത്. പിന്നെ അവിടെ വെയിലുമാണ്. ഇവിടെയാണെങ്കിൽ കുറച്ച് ഷെയ്ഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ സീനില്ലായിരിക്കും. അപ്പോൾ നോക്കട്ടെ അടുത്ത ഏതെങ്കിലും ഐലൻഡിൽ നടത്തുമ്പോൾ കാണാം. പിന്നെ പോകുന്ന വഴിക്ക് ഇതിൽ നല്ല കാഴ്ച ഉണ്ടെങ്കിൽ അത് കാണും. പിന്നെ ഭയങ്കര ടയേർഡായി, കാരണം നമുക്കവരെ സേഫ്റ്റി ജാക്കറ്റൊക്കെ കാണുന്നുണ്ട്. നമ്മളെടുത്ത പാക്കേജിൽ സ്നാക്സ് ഒക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ പറഞ്ഞത്. അവർ നമുക്ക് ഇടയ്ക്ക് വാട്ടർ മെലനൊക്കെ തന്നായിരുന്നു, പൈനാപ്പിളും ഒക്കെ. പക്ഷെ ഞാനിപ്പോൾ കഴിക്കുന്നത് ഞാൻ തന്നെ സ്വന്തമായിട്ട് മേടിച്ചതാണ്. കാരണം നമ്മൾ സ്നാക്സ് ഒന്നും മേടിച്ചില്ലെങ്കിൽ ഭയങ്കര ബോറിങ്. ഞാൻ കുറേ സമയം ബോട്ടിൽ തന്നെ വെറുതെ ഇരിക്കണം. പിന്നെ നമ്മുടെ ഗൈഡ് നല്ല രീതിക്ക് കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ എത്ര മണിക്ക് തിരിച്ചെത്തേണ്ടത്, എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് ബോൺ എന്നാണ് കേട്ടോ. നമ്മളോട് ജെയിംസ് ബോണ്ട് എന്നൊക്കെ വിളിച്ചോളാനൊക്കെ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മായാബേ എന്ന് പറയുന്ന ഒരു ഐലൻഡാണ് കേട്ടോ. ഇവിടെ ലിയാനോ കാപ്രിക്കയുടെ മൂവിയൊക്കെ നടന്നതാണ്, ഭയങ്കര ഫേമസ് ആന്നൊക്കെയാ കേട്ടോ പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, ബീച്ചും ഫോറസ്റ്റും ഒക്കെ ചേർന്നൊരു സ്ഥലം. നമ്മളിപ്പോൾ മയാബേയിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഇവിടെ പണ്ട് എന്തൊക്കെയോ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്ന് ഒത്തിരി നടന്ന് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഈ ബീച്ചിൽ നമുക്ക് കുളിക്കാനൊന്നും അലൗഡ് അല്ല, കാരണം ഇവിടുത്തെ ക്രാബും പിന്നെ ഷാർക്കും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഭയങ്കര സീനാന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ആരെയും അലോ ചെയ്യുന്നില്ല കേട്ടോ. ആരെങ്കിലും ഇച്ചിരി ഒന്ന് ഇങ്ങനെ ദൂരോട്ട് പോകുമ്പോൾ തന്നെ എല്ലാവരും വിസിലടിച്ച് ഇങ്ങനെ കയറ്റുന്നുണ്ട്. ക്രാബി വന്നതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടതിൽ ഏറ്റവും ഭയങ്കര നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല എന്താ പറയാനോ, നല്ല ബ്ലൂ കളർ വാട്ടറും ഭയങ്കര രസമായിട്ട്. നമ്മൾ വന്നപ്പോഴും തന്നെ ഭയങ്കര നല്ല വ്യൂ ഒക്കെ. പക്ഷേ സൗണ്ട് കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം. ഞാൻ വോയിസ് ഓവർ ചെയ്തിടാം. നല്ല രസമുണ്ട് കാണാനൊക്കെ. പക്ഷെ ഭയങ്കര വെയിലുണ്ട് കേട്ടോ. വരുമ്പോൾ തന്നെ നല്ലോണം എല്ലാവരും സൺസ്ക്രീൻ ലോഷനൊക്കെ നല്ലോണം ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്. ആ സൈഡിൽ നമുക്ക് ഇറങ്ങാമെന്നാണ് തോന്നുന്നു. അവിടെയും കുറേ ബോട്ടൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് വേറെ ഏതെങ്കിലും ഐലൻഡ് ആണോ എന്നും അറിയത്തില്ല.
നമുക്ക് 11:15 വരെ കേട്ടോ സമയം തന്നേക്കുന്നത്. ഇപ്പോൾ 11 മണിയായി. നമ്മൾ വന്ന വഴിക്കല്ല തിരിച്ചു പോകുന്ന വേറെ ഏതോ വഴിക്കൂടെ. നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ കണ്ടാൽ തോന്നത്തില്ല നമ്മൾ ബീച്ചിൽ നിന്നാണ് പോകുന്നതെന്ന്. നമ്മൾ ഏതോ ഒരു കാടിനകത്തോട്ട് കയറി പോകുന്ന കണക്കാണ് തോന്നുന്നത്. ഇവിടെ ഒത്തിരി ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ടിൽ തോന്നുന്നൊക്കെ ഒരു ഇന്ത്യനാണ്. ഒത്തിരി പേരുണ്ട്. പക്ഷെ മലയാളീസ് ഒക്കെ കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നല്ല അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസും കുറേ പേരുണ്ട്. ഹണിമൂണിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇതുവരെന്തോ പ്രെയർ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവർ ഓഫറിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയും ഫാൻ്റെയാണ് കൊടുക്കുന്നത്. മേ ബി ഫാൻ്റെ വെച്ചൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് വല്ലതൊക്കെ ആയിരിക്കും. മായാബേയിൽ നമുക്ക് സ്നാക്സ് ഒക്കെ മേടിക്കാൻ കേട്ടോ. കരിക്കുമൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ടോയ്ലറ്റിൽ പോകേണ്ട സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റിൽ പോകേണ്ട അവിടെയാണ് നമ്മുടെ ഗൈഡൊക്കെ നിൽക്കുന്നത്. അവിടെ മീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് 11:15. അപ്പം ആവശ്യമുണ്ടെങ്കിൽ വെള്ളമോ എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. പിന്നെ സ്മോക്ക് ചെയ്യാണ്ട് ഏരിയയും അതിന് തൊട്ടപ്പുറത്തായിട്ടുണ്ട്. വേറെ എവിടെയും നമുക്ക് സ്മോക്കിംഗ് അലൗഡ് അല്ല. പക്ഷേ ബിയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ബോട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാം. പക്ഷേ സ്മോക്കിംഗ് വേറെ എവിടെയും അലൗഡ് അല്ല. അതിന് സെപ്പറേറ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഈറ്ററിയുടെ സൈഡിലായിട്ടാണ്. ഇതാണ് കേട്ടോ മായാബേയിലേക്ക് പോകുന്ന എൻട്രൻസ്. ഇത് എന്താ ഷാർക്കിൻ്റെ ഈ പിക്ക് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഷാർക്ക് അറ്റാക്ക് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും കുളിക്കാനായിട്ട് അങ്ങോട്ട് വിടുന്നില്ല കേട്ടോ. എല്ലാവരും ജസ്റ്റ് കാലൊക്കെ നനച്ചിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് കയറി വരണം. അങ്ങോട്ടാണ് നമുക്ക് തിരിച്ചു പോകേണ്ട എക്സിറ്റ്. നമ്മൾ മായാബേയൊക്കെ കണ്ട് ഇപ്പം നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇതിൽ ഏത് ബോട്ടാണെന്ന് അറിയത്തില്ല. നമ്മുടെ ഗൈഡ് കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ബോട്ട് ഇവിടെ വന്നിട്ടായിരിക്കും കയറുക. ഇപ്പം സ്വിം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിനെന്തോ പിലേ ലഗൂൺ അങ്ങനെ എങ്ങാണ്ടാ പറയുന്നത്. അപ്പം ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്വിമ്മിങ് എന്ന് അറിയാത്തവർക്കാണെങ്കിൽ ഇവിടെ 1 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ആഴം. അപ്പോൾ അവിടെ ആണെങ്കിൽ 20 മീറ്റർ ഉണ്ട്. അപ്പം സ്വിമ്മിങ്ങിനൊക്കെ പോയിട്ട് സ്നോർക്കിലിങ്ങിന് ഇവിടെ അല്ല. സ്നോർക്കിലിംഗ് വേറെ എവിടെയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഫിഷസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ സ്വിം ചെയ്തിട്ട് വരാം കേട്ടോ. എനിക്ക് സ്വിം ചെയ്യാനൊന്നും അറിയത്തില്ല. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാന്നൊക്കെ നോക്കാം. നമ്മൾ സ്നോർക്കെയിലിംഗ് ചെയ്യേണ്ട സ്ഥലത്തെത്തി കേട്ടോ. നമുക്ക് ഈ സ്നോർക്കെയിലിംഗ് നമ്മുടെ ഈ എടുത്ത പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഫിഫി ഐലൻഡിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിൽ ഉണ്ടായിരുന്ന 2 മലയാളികളുണ്ടായിരുന്നു കേട്ടോ. അവരല്ലാണ്ട് വേറെ ഏതോ ട്രാവൽ ഏജൻസി എന്തോ വഴി വന്നയാ. അതിൽ ഒരാൾക്കാണെങ്കിൽ കാല് മുറിഞ്ഞ് ബ്ലഡൊക്കെ വന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിഫി ഐലൻഡിൽ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ കേട്ടോ. പിന്നെ ലഞ്ച് കഴിക്കാൻ ഇവിടെ ആട്ടോ വന്നേ. നമുക്ക് ഇതെല്ലാം പാക്കേജിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. ബൊഫേ ലഞ്ചാ. അപ്പം എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് നോക്കി പറയാം. അങ്ങനെ ഞാൻ കഴിക്കാൻ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പിന്നെ ഇതൊരു സൂപ്പാണ്. നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടത്തൊന്നുമില്ല. കോക്കനട്ട് മിൽക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരുമാതിരി ഗ്ലാസ് നൂഡിൽസ് കണക്കൊരു സംഭവം. ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇവിടുത്തെ റെഡ് കറി. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ നല്ലതാണ് കേട്ടോ. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായ ചിക്കൻ ഫ്രൈ ആണ്. സ്റ്റിക്കി റൈസ് ഇവർ തരുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഫുഡിന് ചിക്കൻ ഫ്രൈ ആണ് ഏറ്റവും നല്ലത്. പിന്നെ വാട്ടർ മെലനും നല്ലതാണ്. ഈ 2 മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ആ സൂപ്പൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതിനകത്താണെങ്കിൽ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ സീ ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ്. അതിൽ നമ്മുടെ പ്രോൺസ് ഉണ്ടായിരുന്നു, കണവ, ഇതെല്ലാം അതിനകത്താണ്. പിന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ടത് എന്തൊക്കെയോ സാധനം മഷ്റൂം ഉൾപ്പെടെ ആ സൂപ്പിനകത്തുണ്ടായിരുന്നു. പിന്നെ റൈസ് എനിക്ക് സ്റ്റിക്കി റൈസ് ഇഷ്ടമായി. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ്, നമ്മുടെ ഒരു പച്ചരിയുടെയൊക്കെ ചെറിയൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആ സാധനം ഇഷ്ടമായി. വേറെ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. ചിക്കൻ കറിക്കാണെങ്കിലും ഭയങ്കര ഒരു മധുരം കണക്ക്. പക്ഷെ കുഴപ്പമില്ല, ബെറ്ററാണ്. പിന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും, അതായത് നമ്മുടെ കാലോ കൈ എന്തെങ്കിലും മുറിയുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതിന് നമ്മൾ സെപ്പറേറ്റ് കാശ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർ നല്ല രീതിക്കാണ് കെയർ ചെയ്യുന്നതൊക്കെ. നമ്മുടെ ഇൻഷുറൻസിൽ ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാക്കേജിൽ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കാലോ കൈയൊക്കെ മുറിയാണെങ്കിൽ, ചെറിയ മുറിവാണെങ്കിൽ പോലും നേരെ ഹോസ്പിറ്റലിൽ കയറിയാൽ മതി. വെറുതെ നമ്മൾ സ്വന്തമായിട്ട് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അതെല്ലാം ഫ്രീയാണ്. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കണം. ഇവിടെ ഒത്തിരി ബോട്ടൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റുകൾ വന്നതാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ 7-11 ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം അതൊക്കെ ഒന്ന് ഞാൻ പോയി നോക്കട്ടെ. ഇവിടെ
ഇവിടെ നമുക്ക് ബീച്ചിൻ്റെ കരയിൽ ഇങ്ങനെ ചെയറിൽ കിടക്കാം കേട്ടോ. അതിനാണെങ്കിൽ 100 ബാത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ 100 ബാത്ത് കൊടുത്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ ദ്വീപിൽ നമുക്ക് 1.5 hours തന്നിട്ടുള്ളൂ. അതായത് 2:15 ആകുമ്പോൾ നമുക്ക് തിരിച്ച് ബോട്ടിൽ കയറണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 2:06 അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. എല്ലാവരും എല്ലാ ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടല്ലോ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ബാബ എന്ന് വെച്ചാൽ അവരവരുടെ ബോട്ടിൽ ഗൈഡ് ഉണ്ടല്ലോ വിളിക്കുന്നുണ്ട് പോകാൻ സമയമായി വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഗൈഡിനെ ഇവിടെ കാണുന്നില്ല. 7-11 നോക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത് ഇനി വേറെ ബാംബു ഫോറസ്റ്റ് ഐലൻഡിൽ അടുത്തിനി പോകുന്നത്. അപ്പം ഇനി അവിടെ നല്ല ഭംഗിയാണെന്ന് ആ ഗൈഡ് പറഞ്ഞേക്കുന്നത്. അപ്പം അവിടുത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇവിടെ എന്തെങ്കിലും കാണിച്ചു തരാനുണ്ടോ എന്ന് നോക്കട്ടെ. അതല്ലെങ്കിൽ നമുക്ക് ബാംബു ഐലൻഡിൽ വെച്ച് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാംബു ഐലൻഡിലെത്തി കേട്ടോ. ബാംബു ഐലൻഡാന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാംബു ട്രീസിനൊന്നും ഞാൻ കണ്ടില്ല. കാറ്റാടി മരം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ, ആ സംഭവം ഇവിടെ ഒത്തിരി ഉള്ളത്. അങ്ങോട്ടുള്ള നമ്മൾ കയറി വരുന്ന ഭാഗത്ത് മൊത്തം കാറ്റാടിയാണ്. എന്താ ഇവരിതിനെ ബാംബു ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത് എനിക്കറിയാൻ പറ്റില്ല. ബാംബു ഐലൻഡ് എന്നൊക്കെ ഇതിനെ പറയുന്നത്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് റീസൺ അറിയത്തില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. പക്ഷെ അത് ഭയങ്കര നല്ല രസമുള്ള വ്യൂ ആണ്. 2 കളറിൽ ഇങ്ങനെ കടൽ കാണുന്നത്, നല്ല ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂ ആയിട്ട്. അത് ഭയങ്കര രസമുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് മല കണക്ക് കാണുന്നുണ്ട്. അതൊക്കെ ഓരോ ഐലൻഡാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ല ഐലൻഡ്സ്, അതൊക്കെയാണ് അങ്ങ് ദൂരത്ത് കാണുന്നത്. നല്ല രസമുണ്ട്. കുളിക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇതിന് മുന്നേ കുളിച്ച കാരണവും പിന്നെ ഭയങ്കര വെയിലും, അതുകൊണ്ട് ഇച്ചിരി നേരം തണലത്ത് റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ആ 2 കളറിൽ ഇങ്ങനെ ഷെയ്ഡ് കിടക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വാട്ടറിൽ. നല്ല രസമുണ്ട്. ഇവിടെയാണ് കേട്ടോ ഫിഫി ഐലൻഡിൽ എല്ലാവരും കുളിക്കുന്ന സ്ഥലം. ഇത് കൈൻഡ് ഓഫ് നമ്മുടെ വർക്കലയിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണോ അതേ കണക്കാണ് കേട്ടോ. ഇവിടുത്തെ ഈ മണലൊക്കെ വർക്കലയിലെ മണൽ കണക്കൊക്കെ ഉണ്ട്. കുറേ ദൂരം നമുക്ക് പോവാം. വർക്കല നമ്മൾ പോകുമ്പോഴത്തേന് ഇങ്ങനെ കുറേ ദൂരം നമുക്ക് പോകാമല്ലോ, അതേ കണക്കൊക്കെ. പിന്നെ കണ്ടോ ഇവിടെ പാറയാ ശരിക്കും. ഇവിടെ ഇങ്ങനെ പാറയായിട്ടാ കിടക്കുന്ന, മണലല്ല ടോട്ടലി. നല്ല ഭംഗിയുള്ള മീനൊക്കെ ഇതിന്റെ അടുത്ത് വരെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ മീനാ. തണുപ്പ്, നല്ല തണുപ്പ്, കൊള്ളാം. അങ്ങനെ നമ്മുടെ ഐലൻഡ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിക്കുകയാണ്. ഇനി ഇവർ തന്നെ നമ്മളെ ഹോട്ടലിലോട്ട് കൊണ്ടാക്കും കേട്ടോ. നല്ല ടയേർഡായി. ഞാനാണെങ്കിൽ തിരിച്ച് വരാനായിട്ട് നമുക്ക് ഏകദേശം 45 മിനിറ്റോളം വേണ്ടി വന്നു. അത്രയും സമയം ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കാണാം. അയ്യോ റൂമിൽ പോകാൻ പറ്റത്തില്ല. ഇനി വേണം നമുക്ക് റൂമൊക്കെ കണ്ടുപിടിച്ച് ബുക്ക് ചെയ്യാൻ. എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഗ്ലോ എന്ന് പറഞ്ഞ ഹോട്ടലില്ലേ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തായിരുന്നു. അപ്പം ഒന്നെങ്കിൽ വേറെ ഹോട്ടൽ നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റൽ നോക്കും. ഹോസ്റ്റൽ നോക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നോക്കട്ടെ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹോട്ടൽ തന്നെ ആയിരിക്കും ബുക്ക് ചെയ്യുക. ക്രാബിയിൽ ഞങ്ങൾ നൈറ്റ് സിറ്റി ടൂറിന് പോയിട്ടോ. ഇങ്ങനെ ടുക് ഡ്രൈവേഴ്സ് ഓരോ റേറ്റ് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും. 350 ബാത്തായിരുന്നു കേട്ടോ. സിറ്റി മൊത്തം നല്ല രസമുണ്ട്, ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. കൂടെ ഞാൻ ഹോസ്റ്റലിൽ നോക്കി, പക്ഷേ ഹോസ്റ്റലിൽ കിട്ടാഞ്ഞിട്ട് പിന്നെ തിരികെ നമ്മൾ ഗ്ലോ ആനോങ് എന്ന് പറഞ്ഞ നമ്മുടെ ഹോട്ടലിൽ തന്നെ വന്നു. ഈ ഹോട്ടലിൽ വന്നത് മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നു പൂളിൽ കുളിക്കണമെന്ന്. അപ്പോൾ ഇന്ന് അതങ്ങ് സാധിച്ചു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.